to Nia's Dream World. ഇന്ന് നമുക്ക് ഡ്രോയിങ്ങിനുള്ള ബേസിക് ടൂൾസ് കാണിച്ചു തരാം. ഞാൻ പെൻസിൽ ഡ്രോയിങ്ങിനുള്ള ബേസിക് ടൂൾസാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏറ്റവും വേണ്ട സാധനമാണ് പെൻസിൽസ് അല്ലേ. പെൻസിൽസ് ഞാൻ യൂസ് ചെയ്യുന്നത് ആർട്ട് ലൈൻ്റെയാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന പെൻസിൽസ്. ആർട്ട് ലൈൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് യൂസ് ചെയ്യും ആർട്ട് ലൈൻ യൂസ് ചെയ്ത് ഇപ്പോൾ HB പെൻസിൽ മാത്രമേ ഉള്ളൂ ഇത്രയും വലുതാക്കിയിട്ട്, ബാക്കിയുള്ളതെല്ലാം അത്യാവശ്യം ചെറിയ സൈസായിട്ടുണ്ട് കണ്ടോ. യൂസ് ചെയ്തെങ്കിൽ കൂടുതൽ എൻ്റെ കയ്യിൽ ഇനിയും ഇഷ്ടംപോലെ പെൻസിൽസ് ഉണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ട് ലൈനാണ്. പിന്നെ ഉള്ളതാണ് ഡോംസിൻ്റെയും ഫേബർ കാസ്റ്റലിൻ്റെയും. ഇത് രണ്ടും എനിക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്നത് ആർട്ട് ലൈൻ തന്നെയാണ് കേട്ടോ. ഇതും ഡ്രോയിങ്ങിന് വേണ്ടൊരു ടൂളാണ്. നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഹൈലൈറ്റർ കൊടുക്കണമെങ്കിലും എല്ലാം ഇതും ആവശ്യം വരും. പിന്നെ വേണ്ടതാണ് ബ്ലെൻഡിങ് സ്റ്റമ്പ്. ഇതാണ് ടിഷ്യൂ പേപ്പർ ചെറുതായിട്ട് മടക്കി ബ്ലെൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ ഇതിലും നന്നായിട്ട് ബ്ലെൻഡ് ആവും കേട്ടോ. ഏറ്റവും നല്ല ബ്ലെൻഡിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം ടിഷ്യൂ പേപ്പറാണ് ഞാൻ പറയും. കാരണം എനിക്ക് ഏറ്റവും നന്നായിട്ട് ബ്ലെൻഡ് ആവുമെന്ന് തോന്നുന്നത്, നന്നായിട്ട് സ്മഡ്ജ് ആവുന്നതും ടിഷ്യൂ പേപ്പർ വെച്ചാലാണ്. നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ആർട്ട് ലൈൻ്റെ 8B പെൻസിൽ വെച്ചിട്ട് ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗം ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ. ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു, രണ്ടും വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പം ഇതാണ് ഡിഫറൻസ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇത് നമ്മുടെ കോമ്പസാണ്. കോമ്പസ് പിന്നെ എല്ലാവർക്കും കാണുമല്ലോ ജോമെട്രി ബോക്സിൽ. അപ്പം അതിൽ നിന്ന് ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ലൂമിസ് മെത്തേഡ് വെച്ചിട്ടാണ് ഇപ്പോൾ കൂടുതലും ഡ്രോയിങ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് യൂസ്ഫുൾ ആകും. ഞാൻ ലൂമിസ് മെത്തേഡ് വരയ്ക്കുന്നത് ഐബിസ് പെയിൻറ്റിൽ പോയിട്ടാണ് കേട്ടോ. ഐബിസ് പെയിൻറ്റിൽ പോയിട്ട് ലൂമിസ് മെത്തേഡിനുള്ള എല്ലാ ഷേപ്സും വരച്ചതിന് ശേഷം ഞാനത് സേവ് ചെയ്തിട്ട് പേപ്പറിൽ വരയ്ക്കും. അതാണ് ഞാൻ ചെയ്യാറുള്ളത്. ഗ്രിഡിൻ്റെ ഞാൻ ചെയ്യും, പക്ഷെ ഇപ്പോൾ ഇച്ചിരി മടിയാണ് ഗ്രിഡിൻ്റെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രീ ഹാൻഡ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ട് ഒരുപാട് നാളായി. എനിക്ക് ഫ്രീ ഹാൻഡ് വരയ്ക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ട് തോന്നും. ഇപ്പോൾ ഒരു കണ്ണ് വരച്ചാൽ അടുത്ത കണ്ണ് വരയ്ക്കണമെങ്കിൽ സെയിം ആയെന്ന് വരില്ല. അപ്പോൾ തുടച്ച് ഒത്തിരി സമയം എടുക്കും. അത്രയും ടൂൾസാണ് ഞാൻ യൂസ് ചെയ്യാറ്. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഔട്ട്ലൈൻ അറ്റത്തോടെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലാസ് ജെൽ പെൻ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇനി ഞാൻ ലൂമിസ് മെത്തേഡിൽ എങ്ങനെ വരയ്ക്കാമെന്ന് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.